ഇന്ന് ഞാനേ കുറച്ച് ബീട്രൂട്ട് അച്ചാറിട്ടു. അപ്പോൾ അതെങ്ങനെ ഇടുന്നതെന്നൊന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനെ ചെറിയ സ്ലൈസുകളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടാണ് ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ അച്ചാറിടാനായിട്ട് ഈ ഒരു വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതിനെ കൂടി കുറച്ചുകൂടി വലുതാക്കിയിട്ട് വേണമെങ്കിലും എടുക്കും. അതും അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ഒരു ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അച്ചാറിടാനായിട്ട് എടുക്കുന്നത്. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് നിന്ന് കുറച്ചെടുക്കുക. ഇതൊന്ന് ഹാഫ് കുക്കായി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് മാറ്റുക. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാം തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാം. അതിനായിട്ട് ഞാൻ ഒരു പിടി ഗാർലിക്ക്, ഒരു പിടി ജിഞ്ചർ, ഒരു 5 ചില്ലി, പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അന്നേരം അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണേ ഇട്ടുന്നുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ചും കൂടി, ഞാൻ ബീട്രൂട്ടിൽ ഉപ്പില്ലാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഈ വിനീഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴേ അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടത്തുള്ളൂ. അങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഒരു ബോട്ടിലിൽ ഇട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.